ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം പങ്കുവെക്കുന്ന വിഷയം വിശ്വാസത്തെക്കുറിച്ചാണ്. ഈ ലോകത്ത് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. എന്നാൽ സത്യവിശ്വാസത്തെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? സത്യവിശ്വാസത്തെ കണ്ടെത്താൻ കഴിയുന്നത് സുറിയാനി സഭയുടെയാണ്. വിശ്വാസത്തിന്റെ ആകത്തുകയാണ് വിശ്വാസ പ്രമാണം. ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല, ഇത് വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. നമ്മുടെ ദൈവം സ്നേഹവാനാണ്. അവിടുന്ന് ഒരു പിതാവിനെ പോലെ നമ്മെ കരുതുന്നു. നമുക്ക് ദൈവത്തിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എന്നാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നതുമാണ് നമ്മുടെ വിശ്വാസം. വിശുദ്ധ മത്തായി 16:16 പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. പത്രോസ് ശ്ലീഹായുടെ ഈ ഏറ്റുപറച്ചിൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വിശുദ്ധ കുർബാനയിലും വലിയ നോമ്പിന്റെ പ്രാർത്ഥനയിലും ഉണ്ട്. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പെരുന്നാളിനും സഭാസ്ഥാപന പെരുന്നാളിനും പാടിയിട്ടുണ്ട്. മണർകാട് പള്ളിയില് അച്ഛൻ എഴുതിയ പാട്ട് നമുക്ക് നോക്കാം. ശിഷ്യന്മാർ മധ്യേ കർത്തൻ എന്നേട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരായി കാണുന്നു? ക്ഷമയോനോ ഉറ ചെയ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി കാണുന്നു. മോർ അപ്രേം പറഞ്ഞു, ക്രിസ്തു ദൈവപുത്രനാണ് എന്നതുമാണ് സഭയുടെ അടിസ്ഥാനം. വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാം ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് തൻ്റെ മകനെ ബലി കഴിക്കാൻ തയ്യാറായി. ദൈവം അവന്റെ വിശ്വാസം കണ്ടിട്ട് അവനെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് അബ്രഹാമിനെ ഫാദർ ഓഫ് ഫെയ്ത്ത്ഫുൾ എന്ന് വിളിക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിലൊന്നും നിരാശപ്പെടാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജീവനുള്ള ദൈവപുത്രനായി നിന്നെ ഞാൻ കാണുന്നു. ക്ഷമവനോര ചെയ്തു ജീവനുള്ള ദൈവപുത്രനായി നിന്നെ ഞാൻ കാണുന്നു. ക്ഷമവോനെ നിന്റെ മേനെന്റെ സഭയെ പണിയുമെന്നരുളീശൻ. നിനക്ക്